ഹായ് ഓൾ, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇസ്മി ഹസീന ഉബൈദ്. ഇന്ന് മുരിങ്ങയിലയും ചക്കക്കുരും വെച്ചിട്ട് നല്ലൊരു അടിപൊളി തോരനാണ്. സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു തോരന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനിതാ ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലേൻ്റെ ഗുണങ്ങളൊക്കെ പിന്നെ ഞാൻ പറയണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മുരിങ്ങ മരത്തിലൊക്കെ നിറയെ നല്ല ഫ്രഷ് ഇലകൾ തന്നെ കിട്ടും. പിന്നെ ചക്കേൻ്റെ ഒക്കെ ഒരു സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു ഉണ്ടാവും. ചക്കക്കുരു ഇല്ലാതെ നമ്മൾക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കാം, മുരിങ്ങയില മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതാ ഞാൻ മുരിങ്ങയിലൊക്കെ നല്ലപോലെ അതിൻ്റെ വലിയ തണ്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഇല മാത്രം അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കണം, വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ചക്കക്കുരു നല്ലപോലെ അതിൻ്റെ മേലത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ഇടാം. ഇപ്പോൾ ഞാനിത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ്. 4 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് 4 വിസിലടിച്ചൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മളെ ചക്കക്കുരു നല്ല വെന്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ഉടഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ പീസാക്കി ഇടുകയാണെങ്കിൽ നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിരുന്നു. ഇപ്പോൾ ഞാനൊരു അത് വെച്ചിട്ട് ഇങ്ങനെ നല്ല ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽക്കൊരു അരപ്പ് വേണം. അതിന് ഒരു 1/4 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മളിങ്ങനെയുള്ള തോരനും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇത് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരുവാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചക്കക്കുരു ഒന്ന് അതിലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ മുരിങ്ങയിലൊക്കെ നല്ലപോലെ കഴുകി ഒക്കെ വെച്ചതാണ്. കഴുകി മുരിങ്ങയില കേടുണ്ടെങ്കിൽ കേടുള്ളതൊക്കെ ഒഴിവാക്കണം. ഇപ്പോൾ നല്ല ഫ്രഷ് ഇല തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നല്ല സൂപ്പർ ഇലയുണ്ട്, നല്ല ഫ്രഷ് ഇല തന്നെയായിരുന്നു മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നത്. മുരിങ്ങയില അതല്ല ചക്കക്കുരുവിലേക്ക് ഇട്ടിട്ട് ചക്കക്കുരു വേവിച്ച് വെച്ചതുണ്ടല്ലോ. പിന്നെ മുരിങ്ങയിലേക്ക് കൂടുതൽ വേവൊന്നുമില്ല. അപ്പോൾ ഒന്ന് ചക്കക്കുരു ഇട്ട് അപ്പോൾ തന്നെ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് എല്ലാ ഇലകളും അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരപ്പുണ്ടല്ലോ, ആ അരപ്പ് കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചക്കക്കുരുവിൽ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ അരപ്പ് റെഡിയാക്കുമ്പോൾ ഉപ്പിട്ടിട്ടായിരുന്നു. അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമ്മൾ നോക്കിയതിന് ശേഷം വീണ്ടും ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മളിത് സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. പിന്നെ ഹൈ ഫ്ലെയിമിലോ മീഡിയത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും ചക്കക്കുരൊക്കെ ഉള്ളല്ലേ. അപ്പോൾ സിമ്മിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. ഞാനതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മുരിങ്ങയില ഞാൻ തലേന്ന് പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇല മാത്രം അങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മളൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അങ്ങനെ കെട്ടി വെച്ചാൽ മതി, ഒരു കുഴപ്പം വരില്ല. പിന്നെ നമ്മൾ മുരിങ്ങയിലൊക്കെ എടുക്കുമ്പോൾ നല്ല പോലെ കഴുകിയെടുക്കാൻ നോക്കണം. ചില ഇലകളിൽ നല്ല പുഴു, പ്രാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല ശ്രദ്ധിക്കണം. ഇപ്പോൾ അതാ ഞാനിത് 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് എടുത്ത് അടപ്പൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ഞാൻ നോക്കണം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ച്. അപ്പോൾ ഈ ഒരു ചക്കക്കുരു മുരിങ്ങയില തോരന് സൂപ്പർ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറിലും ഒക്കെ ഈ ഒരു തോരൻ മാത്രം മതി കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരു ഇല്ലെങ്കിലും മുരിങ്ങയില മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഈ അരപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുരിങ്ങയില തോരൻ റെഡിയാക്കാം.
അപ്പോൾ ഇതുപോലെ എല്ലാവരും റെഡിയാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എന്തെങ്കിലും ഫ്രണ്ട്സുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ മുരിങ്ങയിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. എല്ലാവരും വീട്ടുമുറ്റത്തും മുരിങ്ങയില ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ്.